ഞാൻ തനിയെ മിഴിയിൽ നിറയും മായാകാതങ്ങൾ. ഹായ്, നമസ്കാരം. ഞാൻ ആതിര. ഏവർക്കും ഫ്രൈഡേ ഫേമിലേക്ക് സ്വാഗതം. നിഴലായി നനയും ഉയിരിൽ നീ അലിഞ്ഞു ചേരും, മനമുഴലും താണ്ടി കടലലയും നീന്തി ഒരു. ചേച്ചി, വെൽക്കം ടു ഫ്രൈഡേ ഫേം. താങ്ക് യു ചേച്ചി. അതുപോലെ തന്നെ അന്യഭാഷാ ചിത്രങ്ങളിലേക്ക് ഒരു ഓപ്പണിംഗ് കിട്ടിയിരുന്നല്ലോ, അതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? അത് തെലുഗു പാട്ടാണ് പാടാൻ പറ്റിയത്. അത് നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരം ഫിലിമിൻ്റെ തെലുഗു റീമേക്കായിരുന്നു. വെങ്കടേഷ് മഹാ എന്ന് പറഞ്ഞ ഡയറക്ടർ ആണ് അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ ഉമാമഹേശ്വര ഉഗ്രരൂപസ്യ ഫിലിമിൻ്റെ പേര് ഇതാണ്. ബിജിപാൽ സാറാണ് അതിൻ്റെ മ്യൂസിക്. അപ്പോൾ അത് പാടാം. ആ പാട്ട് ഗൗതം ഭരദ്വാജ് എന്ന് പറഞ്ഞൊരു സിംഗറാണ് കൂടെ പാടിയിട്ടുള്ളത്. ആനന്ദം ఆరాటం అంటే అర్థం చూపించేటియో అద్భుతం ആരാട്ടം. ഈ തെലുങ്ക് പാട്ട് പാടിയപ്പോൾ എന്തെങ്കിലും ലാംഗ്വേജിന് എന്തെങ്കിലും പ്രയാസങ്ങൾ പറ്റിയിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. പ്രൊണൗൺസിയേഷന് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കണമായിരുന്നു ത്രൂ ഔട്ട്. ട്യൂൺ അല്ലാതെ അപ്പോൾ ട്യൂൺ തെറ്റിക്കാൻ പാടില്ല എന്ന ടെൻഷൻ, ഒപ്പം തന്നെ ഡിക്ഷനും തെറ്റിക്കാൻ പാടില്ല എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ലിറിക്സ് റഹ്മാൻ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അപ്പോൾ അവർ നന്നായി ഹെൽപ്പ് ചെയ്തു. ഡയറക്ടർ വെങ്കടേഷ് മഹിമ അദ്ദേഹം ഇരുന്നിട്ട് ഓരോരോ ഭാഗങ്ങളും കറക്റ്റ് ചെയ്ത് അങ്ങനെയാണ് പോയത്. അപ്പോൾ കൂടുതൽ ഡിക്ഷൻ കറക്ഷനാണ് ഇതിൻ്റെ സമയം ഏറ്റവും അധികം പോയത്. അപ്പോൾ അതൊരു ചാലഞ്ച് തന്നെയായിരുന്നു കേട്ടോ ഈ തെലുഗു സോങ് പാടുമ്പോൾ. അപ്പോൾ എങ്ങനെയോ അത് ഓവർകം ചെയ്തു പാടി. ഇവരുടെയൊക്കെ ഹെൽപ്പ് കൊണ്ടിട്ട് అంచుల్లోనే నిత్యం సాగే సంబరం చిగురై పుడమి కడుపునా మొదలైటి ఆ మదనమే మధురమై ఉదయం కోసం ఎదురే చూసే నిమిషాలే నిజమైన వేడుక కాదా, ఫలితం మరిచి పరుగే తీసే പയണം മിക പ്രതിപോട്ടുക കാണുകായിപ്പോതാ. ചേച്ചി, നൈസ് സോങ്. താങ്ക് യു. ഞാൻ നേരത്തെ പറഞ്ഞ മറ്റു മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ പറഞ്ഞ ലിസ്റ്റിൽ ഒരാളെ വിട്ടുപോയി, വിജയ് ജേക്കബ്. അപ്പോൾ വിജയ് ചേട്ടൻ്റെ പ്രളയശേഷം ജലകന്യക എന്ന് പറഞ്ഞ ഫിലിമിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അത് പാടാം. ഇത് എഴുതിയിരിക്കുന്നതും വിജയ് ചേട്ടൻ തന്നെയാണ് ഈ പാട്ട്. ഞാൻ തനിയെ മിഴിയിൽ നിറയും മായാകാതങ്ങൾ തേടും, എൻ നിഴലായി നനയും ഉയിരിൽ നീ അലിഞ്ഞു ചേരും, മനമുഴലും താണ്ടി കടലലയും നീന്തി ഒരു കുതിരുന്നൊരു ജലകന്യകയായി ദൂരെ വിണ്ണിൽ നെഞ്ചിൻ തീയായി തീരാദാഹമായി മാറാം, ഇന്നീ മണ്ണിൻ മടിയിൽ ചായാം ഒരു നൽകിലോവായി ഞാൻ മാറാം. ഞാൻ തനിയെ മിഴിയിൽ നിറയും മായാകാതങ്ങൾ തോറും, എൻ നിഴലായി നനയും ഉയിരിൽ നീ അലിഞ്ഞു ചേരും. വാവ്, നൈസ്. താങ്ക് യു. ചേച്ചി, ഈ സിനിമ ഫീൽഡ് നോക്കുമ്പോൾ ഈ ഫീമെയിൽ ടെക്നീഷ്യൻസ് ഒക്കെ കുറവല്ലേ? അപ്പോൾ അതിൽ നമുക്ക് കിട്ടിയുള്ള ഒരു ഡയറക്ടറാണ് ഈ ഇന്ദുലക്ഷ്മി ചേച്ചി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ദുലക്ഷ്മി ചേച്ചിയുടെ ഒരു ചിത്രത്തിൽ വർക്ക് ചെയ്തിട്ടില്ലേ? അതെ, ഇന്ദുവിൻ്റെ നിള എന്ന് പറഞ്ഞൊരു ഫിലിമിൽ 2 പാട്ട് പാടാൻ സാധിച്ചു എനിക്ക്. ഇന്ദുലക്ഷ്മി തന്നെ അതിൻ്റെ വരികൾ എഴുതിയിട്ടുള്ളത്, മ്യൂസിക് ചെയ്തിട്ടുള്ള ബിജിപാൽ സാറ്. അപ്പോൾ അതിൽ മനോഹരമായ പാട്ടുകളാണ് 2 പാട്ടുകളും.
അതിൽ ഒരു പാട്ട് പകലുമായേ എന്ന് പറഞ്ഞൊരു പാട്ട്, പിന്നെയുള്ളത് ഞാനാം നദി. അതൊരു റിവൈവൽ സോങ് പോലെയാണ് ഈ ഞാനാം നദി. പകലുമായയുടെ ഒരു വേറെ വേർഷൻ വിജയപാൽ സാറും പാടിയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് പാടാം. പകലുമായേ കടലിനിഴയിൽ തിരകളായി ഞാൻ വഴികൾ തേടി, നിഴലുകൾ മെഴുകും കാറ്റിൻ വിരലുകൾ എഴുതും നോവും, തഴുകയാണോ പിടയുകയാണോ തിരികെ വരുവാൻ കാലം. വേറെ അടുത്ത സോങ് ഞാനാം നദി എന്ന് പറഞ്ഞൊരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റിവൈവൽ സോങ്ങാണ്. താനേ ഒഴുകുകയായി കണികകളായി ഗിരിനിരകൾ, ആരും തുണയറിയാ പടവുകളിൽ ഒഴിയുകയായി, കാലിൽ നിണമണിയും കൽവഴികൾ മെഴുകുകയായി. കുറച്ചധികം ബുദ്ധിമുട്ടി ഞാനത് പാടാൻ. അതൊരു സ്ലോ പേസിൽ സ്ലോ മെലഡി ആയിട്ട് തുടങ്ങിയിട്ട് പിന്നീട് അതൊരു ഓപ്പൺ വോയിസിൽ നമ്മൾ പാടണം. നല്ല ത്രോയിൽ നല്ല പുഷ് ചെയ്ത് പാടണമായിരുന്നു. അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആ പാട്ട് പാടാൻ. പക്ഷെ അത് ബുദ്ധിമുട്ടാണെങ്കിൽ അത് പാടിക്കഴിഞ്ഞതിന് ആ പാടുന്നൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഞാനത്. ഭയങ്കര ഒരു വേറൊരു എൻ്റെ ഒരു ഡൈമെൻഷൻ, ഉള്ളിൽ തന്നെ പാടാനുള്ള വേറൊരു ഡൈമെൻഷൻ എനിക്ക് തുറന്ന് കിട്ടിയെന്ന് വരെ എനിക്ക് തോന്നി. അത്ര നല്ലൊരു പാട്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ടു എക്സിക്യൂട്ട്. കാലം എഴുതുകയായി ലിപിയറിയാ കവിതകളായി ഞാനാം നദി തീരാ നദി ഉടലൂ നദി മഴയാ നദി തീരാ നദി തളരാ നദി. കൊള്ളായിരുന്നു ചേച്ചി. താങ്ക് യു. ചേച്ചിയുടെ ഈ സിനിമ പ്രോജക്ട്സ് അല്ലാണ്ട് മറ്റുള്ള വർക്ക്സ് എന്തൊക്കെയായിരുന്നു? മറ്റൊരു ഞാൻ കുറച്ച് ക്ലാസിക്കൽ സോങ്സ് പാടുന്ന ഒരു ലിസ്റ്റ് ഓഫ് സോങ്സ് ഞാൻ പാടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ബോധി സൈലൻസ് കേപ്പ് എന്ന് പറഞ്ഞൊരു ചാനലിലാണ്. അത് ഫസ്റ്റ് ആദ്യമായിട്ട് പാടുന്നത് സകല ദേവനത എന്ന് പറഞ്ഞൊരു സാൻസ്ക്രിറ്റ് കൃതിയാണ് പാടിയത്. അത് ശാന്തി വിജിബാൽ കൊറിയോഗ്രാഫി ചെയ്ത് പെർഫോം ചെയ്യണതിൻ്റെ കൂട്ടത്തിൽ ഞാനും എൻ്റെ ഫ്രണ്ട് സംഗീത ശ്രീകാന്ത് ഞങ്ങൾ അത് പാടി ഇങ്ങനെ അഭിനയിക്കുന്നതായിട്ട്. അതായിരിക്കും ഫസ്റ്റ് പ്രോജക്റ്റ്. അതിനുശേഷം കുറേ കൃതികൾ പാടിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഓരോ സീസണിൽ, ഇപ്പം നവരാത്രി സീസൺ വരും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇപ്പോൾ കൃഷ്ണ ജയന്തി അങ്ങനെയൊക്കെ വരുമ്പോൾ അപ്പോൾ ഡാൻസേഴ്സിൻ്റെ കൂടെയൊക്കെ കൊളാബറേറ്റ് ചെയ്ത് അത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ പ്രോജക്ട്സ് പാടി. അപ്പോൾ അതിലെ ഒരു പ്രോജക്റ്റ്, ഒരു അൺപ്ലഗ്ഡ് ആയിട്ട് ചെയ്ത ഒരു പ്രോജക്റ്റ്, അത് ഞാൻ പാടാം. അത് കണ്ടനാൾ മുതലായി എന്ന് പറഞ്ഞിട്ടൊരു കൃതിയാണ്, മധുവന്തി രാഗത്തിലുള്ള. കണ്ടനാൾ മുതലായി കാതൽ പെരുകുതടി, കണ്ടനാൾ മുതലായി കാതൽ പെരുകുതടി, கையினில் வேல் பிடித்த கருணை சிவபாலனே, கண்ட நாள் முதலாய் காதல் பெருகுதடி, கையினில் வேல் பிடித்த கருணை சிவபாலனே, கண்ட நாள் முதலாய் காதல் பெருகுதடி. കൊള്ളായിരുന്നു ചേച്ചി. താങ്ക് യു.
ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ അടുത്തിടെ ഇറങ്ങിയ ജങ്കാർ എന്ന് പറഞ്ഞ ഫിലിമിൽ ഒരു പാട്ട് പാടാൻ എനിക്കൊരു അവസരം ലഭിച്ചു. അത് ഒരു ഫോക്ക് ടച്ചുള്ള ഒരു പാട്ടാണ്. പല്ലവി ഒരു ഫോക്ക് സ്റ്റൈലിൽ പോകും, അനുപല്ലവിയിൽ ഒരു ബ്യൂട്ടിഫുൾ മെലഡി പോർഷനും ഉണ്ട്. പിന്നീട് വീണ്ടും ആ ഒരു ഫോക്ക് റിതമിലേക്ക് അത് കയറും. അപ്പോൾ ആ പാട്ടൊന്ന് പാടാം. അത് മ്യൂസിക് ബിജിപാൽ സാറാണ് ചെയ്തിട്ടുള്ളത്. ആ മയിലേറണതുമ്പിയാടണതാളമീതേതെൻ്റെ പെണ്ണേ, പാതിരാ നേരത്തിന്നീ വഴിയാരോ ഏറ് കണ്ണയുന്നേ, ഏലക്കമൂലക്കമേറണതുമ്പി തോണിയിലി വഴിയാരെൻ്റെ പെണ്ണേ, 7:30 നേരം ഈ പെൺമണിക്കാരോ കൈവള ചാർത്തുന്നേ, താലി തേടണതാ മരപ്പെണ്ണാവില്ലൊരുക്കണതാ, ആണൊരുത്തനെ തേടി നുളി ചൂടൊരുക്കണതാ, തിങ്കളല്ലേ തീയുമല്ലേ കാന്താരി ചിന്തുമല്ലേ, താളമല്ലേ ചന്തമില്ലേ ചിങ്കാരച്ചേലുമില്ലേ, ചിണ്ടുമല്ലിപ്പൂവേ തുള്ളി വരും പെണ്ണേ, ചേലോലും ചിങ്കാരി വെള്ളിക്കോലു സണിഞ്ഞോ, അന്തിവെയിലെന്തേ കള്ളച്ചിരിയാലേ, ആരാരും കാണാതെ നിന്നുടി കെട്ടഴിച്ചോ, ആടാനോ പാടാനോ മഞ്ഞക്കുറി വരച്ചോ, ഏതോ ഈണം തേടി തേരിലേറി ചേലിലാടി മുന്നാടി ചിന്തുമായി ഞാൻ, തിങ്കളല്ലേ തീയുമല്ലേ കാന്താര ചിന്തുമല്ലേ, താളമല്ലേ ചന്തമില്ലേ ചിങ്കാരച്ചേലുമില്ലേ. വാ, നൈസ്. താങ്ക് യു ചേച്ചി. ഇനി പുറത്തിറങ്ങാനുള്ള പുതിയ പാട്ടുകൾ ഏതൊക്കെയാണ്? അതായത് ഫിലിം പ്രോജക്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ആഹ്ലാദം എന്ന് പറഞ്ഞ ഫിലിമിൽ പാട്ടാണ് ബിജിപാൽ സാറിൻ്റെ മ്യൂസിക്. മറ്റൊന്ന് ടോക്കൺ നമ്പർ എന്ന് പറഞ്ഞൊരു ഫിലിമിൽ എബി സാൽവിൻ തോമസിൻ്റെ ഒരു പാട്ടാണ് പാടാനുള്ളത്. രണ്ടും സോളോ ആണ് പാടാനുള്ളത്. പിന്നെ നോൺ ഫിലിമി പ്രോജക്ട്സ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോധി സൈലൻസ്കേപ്പിൽ കുറച്ചധികം പാട്ടുകൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലിനി ഇറങ്ങാനുണ്ട്. സംഗീത ശ്രീകാന്ത്, സംഗീതയുടെ കൂടെയുള്ള ഒരു കൊളാബ് ചെയ്തിട്ട് ഞങ്ങൾ കുറച്ചിപ്പോൾ വർക്ക് ഞങ്ങൾ റീൽസൊക്കെ ഇങ്ങനെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. നേരത്തെ സകലദേവനതയിൽ നിന്നാണ്, അവിടെ നിന്നാണ് ഞങ്ങൾ തുടങ്ങിയത് ഇൻഡിപെൻഡൻറ്റ് വർക്ക് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇനി ഇറങ്ങാനുണ്ട്. കൂടാതെ ഞങ്ങളുടെ ഒരു ബാൻഡ്, ഞങ്ങൾ സ്റ്റേജ് ഷോസ് പെർഫോം ചെയ്യാനുള്ള എല്ലാ പ്രിപ്പറേഷനിലുമാണ്. ചേച്ചി, സംഗീത ലോകത്തെ ഗുരുക്കന്മാരെ പറ്റി ഒന്ന് പറയാമോ? തീർച്ചയായും. എന്നെ ആദ്യമായിട്ട് പാട്ട് പഠിപ്പിക്കുന്നത് അമ്മയാണ്. അമ്മ ജയരാമകൃഷ്ണൻ, അമ്മ GCDയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, ഇപ്പോൾ റിട്ടയറായി അമ്മ. പിന്നീട് ഞാൻ പഠിച്ചത് കൊച്ചിൻ വിശ്വനാഥൻ സാർ എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്താണ്. പിന്നെ ഭുവനേശ്വരി ടീച്ചറിൻ്റെ അടുത്ത് പഠിച്ചു. ഇതൊക്കെ കർണാട്ടിക് ക്ലാസിക്കലാണ് പഠിച്ചത്. പക്ഷെ ഇതെല്ലാം കംപ്ലീറ്റ് ആയിരുന്നില്ല. കുറച്ച് ഈ പഠനത്തിൻ്റെ ഇടയ്ക്കായതുകൊണ്ട് കുറച്ച് പഠിക്കും. പിന്നെ ഓരോ എക്സാംസിൻ്റെ ഒരു എന്താ പറയുക, എക്സാംസിൻ്റെ ഒരു ആ സമയമാകുമ്പോഴേക്കും ഇത് ഡ്രോപ്പ് ചെയ്തിട്ട് അതിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പഠനമായിരുന്നില്ല ആ സമയത്ത്, ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നത്. പിന്നീട് കുറച്ചുകൂടി വളർന്ന് മുതിർന്നിട്ടാണ് ഞാനതൊന്നുകൂടി അടിസ്ഥാനപരമായിട്ട് പഠിക്കാൻ തുടങ്ങിയത്. അത് ആ സമയത്താണ് ഭുവനേശ്വരി ടീച്ചറെ കാണുന്നത്. പിന്നെ മോഹൻ കുമാർ എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്ത് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ടൈമിലും കുറച്ച് പഠിച്ചിട്ട് പിന്നീട് ജോലിക്ക് പോയി, പഠിക്കാനും എല്ലാം പോയി. പിന്നെ ഇപ്പോൾ അതിന് ശേഷം കുറച്ച്, അതായത് മഴനില കുളിരുമായി അതിനൊക്കെ ശേഷം 2013-14 അതിന് ശേഷമാണ് അപ്പോൾ തൊട്ട് ഇപ്പോൾ വരെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നുണ്ട്, ഒരു ബ്രേക്ക് ഇല്ലാതെ. പ്രാക്ടീസ് ചെയ്യാനെല്ലാം ടൈം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ഉസ്താദ് ഫയാസ് ഖാൻ സാറിൻ്റെ അടുത്തും, പിന്നെ ഇപ്പോൾ അജിത് സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്താണ് പഠിക്കുന്നത്. അത് ഹിന്ദുസ്ഥാനി ക്ലാസിക്കലാണ്. ഇത്രയും നേരം സംഗീത വിശേഷങ്ങളുമായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സൗമ്യ രാമകൃഷ്ണനാണ്. ചേച്ചി, നമ്മുടെ പ്രോഗ്രാം എൻഡ് ചെയ്യാനുള്ള ടൈമായി. ചേച്ചിക്ക് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഫ്രൈഡേ ഫെയിം എന്ന് പറഞ്ഞ പ്രോഗ്രാം ഈ തിരുവോണ നാളിൽ തന്നെ എനിക്ക് വരാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒട്ടുമിക്ക ഗാനങ്ങളും ഞാൻ പലയിടത്തും പാടിയിട്ടില്ല. ഞാൻ പാടിയിട്ടുള്ള ഗാനങ്ങൾ ഇപ്പോൾ തമിഴ്, തെലുഗു, ആ പാട്ടൊന്നും എവിടെയും എനിക്ക് പാടാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളായിട്ട് ആ വിശേഷം പങ്കുവെക്കാൻ സാധിച്ചു എന്നത് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക്. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, നല്ല എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. പിന്നെ ഈ തിരുവോണ നാളിൽ ഇവിടെ നിന്നുള്ള അങ്ങോട്ടുള്ള നിങ്ങളുടെ എല്ലാ ലൈഫിലും എല്ലാ സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന്
ഹൃദയം നിറഞ്ഞ് ഞാൻ ആശംസിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും മോൾക്കും ഓണാശംസകൾ. ഇത്രയും നേരം സംഗീത വിശേഷങ്ങളുമായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് പ്രിയ ഗായിക സൗമ്യ രാമകൃഷ്ണനാണ്. അടുത്ത ആഴ്ച പുതിയൊരു അതിഥിയുമായി വീണ്ടും കാണാം. ബൈ. ഓരക്കണ്ണാൽ പാർക്കവേ ഉച്ചക്കൊട്ടി പേസവേ ഉള്ളുക്കുള്ള ആസദാ വളരുതേ പുതു 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 പൂവായി പൂக்கிறேன் புது காற்றில் வேர்க்கிறேன் பூக்கும் காதல் பூவினே அவன் வாசம் பார்க்கிறேன்.